ഇപ്പോൾ 2 ദിവസം മുമ്പ് ന്യൂസ് വായിച്ചു. ന്യൂസിൽ വന്നത് ഇക്കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ ഏകദേശം പകുതിയിലധികം പേർക്കും കുട്ടികൾ ഉണ്ടാവുന്നില്ല. അതിന് ശാസ്ത്രീയമായിട്ട് പല കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട്. അതിലൊന്നാമത്തത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ അവർ നിരത്താറുണ്ട്. എന്നാൽ നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഈ ഒരു ശാസ്ത്രീയമായ വശങ്ങളൊക്കെയും അതിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിവാഹം കഴിഞ്ഞൊരു 2 മാസം 3 മാസം കഴിയുമ്പോൾ ചിലരുടെ ചോദ്യങ്ങൾ തുടങ്ങും. വിശേഷമുണ്ടോ എന്ന ഈ വിശേഷമുണ്ടോ എന്ന ചോദ്യം ആദ്യമൊക്കെ വളരെ താല്പര്യത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒരു നാണം നിറഞ്ഞ പുഞ്ചിരിയോടെ ഉണ്ട് എന്നോ ഇല്ല എന്നോ മറുപടി പറയാൻ കഴിയുന്നതുമാണ്. എന്നാൽ വീണ്ടും ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം അരോചകമായി തോന്നും. എന്നാൽ ഈ ചോദിക്കുന്നവർ അതിൽ യാതൊരുവിധ പരിമിതി വെക്കുകയും ഇല്ല, ഒരു ലിമിറ്റേഷനും അവർക്കും ഉണ്ടാവില്ല. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. സൊസൈറ്റി അങ്ങനെയാണ്, സമൂഹം അങ്ങനെയാണ് പഠിച്ചു വച്ചിട്ടുള്ളതും പ്രയോഗിക്കുന്നതും. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങൾ അരോചകമായി തോന്നും. ഈ അരോചകമായി തോന്നുന്ന ചോദ്യങ്ങൾ പിന്നെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കും. അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ, അതായത് കുട്ടികൾ 6 മാസം അല്ലെങ്കിൽ 7 മാസം 8 മാസം 1 വർഷം എന്ന് തന്നെ കണക്ക് കൂട്ടുക, ഇത്രയും നാളായിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ള മറ്റുള്ളവരുടെ നോട്ടവും ഭാവവും ചോദ്യവും, ഇതെല്ലാം അരോചകമായി തീരുന്നത് കൂടുതൽ പെൺകുട്ടികളിലാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഭാര്യയിലാണെങ്കിൽ ചെറിയ കാലതാമസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുട്ടികൾ ഉണ്ടാവാൻ. എന്നാൽ ഭർത്താവിനെ, ചെറുക്കനെ, പയ്യനെയാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ അയാൾക്കാണ് ഇതിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത് എങ്കിൽ വളരെ കാലതാമസം ഒരു പക്ഷേ എടുത്തു എന്ന് വരാം കുട്ടികൾ ഉണ്ടാവാൻ. അപ്പോൾ പറഞ്ഞതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ടെൻഷനും ഈ മാനസികമായ സമ്മർദ്ദവുമാണ്. ഓരോ പ്രാവശ്യം ബന്ധപ്പെടുമ്പോഴും അവരുടെ മനസ്സിൽ ഇതിലെങ്കിലും കുട്ടികൾ ഉണ്ടാകുമോ എന്ന ചിന്തയാണ്. അതിനേറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, എത്ര തന്നെയായാലും ബന്ധപ്പെടുമ്പോൾ അത്തരം ചിന്തകൾ ഇല്ലാതിരിക്കുക. പരസ്പരം രണ്ടാളുടെയും താല്പര്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ബന്ധപ്പെടുന്നത്. കുട്ടികൾ ഉണ്ടാവുന്നതും ഉണ്ടാവാത്തതും അല്ല എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. പെട്ടെന്നൊന്നും അത് സാധ്യമാവുകയുമില്ല. കാരണം മനസ്സ് വേറൊരു വഴിയിലേക്ക് സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയായി വരിക എന്നത് കുറച്ച് പ്രയാസമാണ്. അതിന് ഏറ്റവും നല്ല മാർഗം എപ്പോഴും ഇശാ നിസ്കാരത്തിന് ശേഷം, രാത്രിയാണ് ഇത്തരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ളുഹ വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന സൂറത്ത് 11 പ്രാവശ്യം ഓതി നെഞ്ചിലേക്ക് ഊതുക. അതുപോലെ അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക എന്ന സൂറത്ത്, അതും 11 പ്രാവശ്യം ഓതി നെഞ്ചിൽ ഊതുക. ഊതിയതിനു ശേഷം
നിങ്ങൾ റൂമിലേക്ക് പോവുക. ആദ്യത്തെ ഒരു ദിവസം ചെയ്തതുകൊണ്ട് മാത്രമായില്ല, 2-3 ദിവസം കൃത്യമായി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവുകയും അതിലൂടെ ആ ഒരു ടെൻഷൻ കുറയുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെതായ ഒരു സമയവും അതിൻ്റെ ഒരു താമസമില്ലാതെ എപ്പോഴാണോ നമുക്ക് ലഭിക്കുന്നത് ആ സമയത്തിൽ, ലഭിക്കേണ്ടുന്ന സമയത്തിൽ തടസ്സമില്ലാതെ കുട്ടികൾ ലഭിക്കാനും കാരണമാവും. അപ്പോൾ കുട്ടികൾ ലഭിക്കാൻ മറ്റു കാര്യങ്ങളും തടസ്സങ്ങളും കൊണ്ടൊക്കെയാണ് കുട്ടികൾ ലഭിക്കാത്തത് എങ്കിൽ ഓതാൻ വേണ്ടിയുള്ള ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം, എൻ്റെ മുമ്പത്തെ പ്രാവശ്യവും ഇട്ടിരുന്നു. അതും കൂടെ എല്ലാവരും കേൾക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് പ്രധാന കാരണം. അപ്പോൾ ചുരുക്കത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. മനസ്സിനെ കൺട്രോൾ ചെയ്യുക, മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി നിർത്തുക. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ അത് കേവലം ചോദ്യങ്ങളാക്കി കേട്ട് അതിനെ തള്ളിക്കളയാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. ഇത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്, കുട്ടികൾ കിട്ടേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്നുള്ള ചിന്തയിൽ മനസ്സിനെ ഉലയാതെ പിടിച്ചു നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നതാണ് ചുരുക്കം.